ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോട്ട്. 8ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലൊന്നാണ് ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ ബൈ 9 വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അഥവാ ഒരു നമ്പർ ബൈ 9 ആണെങ്കിൽ, ബൈ 9 ആണെങ്കിൽ ആ മുകളിലെ നമ്പർ പോയിന്റിന് ശേഷം റിപ്പീറ്റ് ചെയ്യും. അഥവാ 1/9 ആണെങ്കിൽ വാല്യൂ 0.111 ആയിരിക്കും. 2/9 ആണെങ്കിൽ 0.222 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്, കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചെയ്തതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾക്ക് പുറമെ ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ റൂട്ടിൻ്റെ ഉള്ളിൽ വാല്യൂ തന്നിട്ട് അല്ലെങ്കിൽ സ്ക്വയർ തന്നിട്ടൊക്കെ നിങ്ങളോട് ചോദിക്കും. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നോക്കിക്കോ. ഇവിടെ പോയിന്റ് റൂട്ടിൻ്റെ ഉള്ളിൽ √0.4444 എന്ന വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യും? എനിക്കറിയാം 0.4444 എന്നുള്ള നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ 0.4444 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? 4/9 ആണ്. അതുകൊണ്ടല്ലേ താഴെ 9 ആകുമ്പോൾ മുകളിലെ നമ്പർ റിപ്പീറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇതാണ് √4/9. √4/9 എന്ന വാല്യൂ ഞാൻ ചെയ്യുമ്പോൾ നോക്കിക്കോട്ടോ, ഫ്രാക്ഷൻ്റെ റൂട്ട് എടുക്കുമ്പോൾ മുകളിലെ വാല്യൂൻ്റെ റൂട്ട് എടുക്കണം, താഴത്തെ വാല്യൂൻ്റെ റൂട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ √4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4ൻ്റെ റൂട്ട് 2. ആൻഡ് √3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. √9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. അപ്പോൾ √4 2ഉം √9 3ഉം കിട്ടി. ആൻസർ എനിക്ക് 2/3 എന്ന് കിട്ടി. എപ്പോഴും മനസ്സിലാക്കുക, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ വരുന്നത് ബൈ 9 ആയിരിക്കണം. ആൻസർ വരുന്നത് എന്തായിരിക്കും? മിക്കവാറും ബൈ 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂവിനെ എങ്ങനെ ഞാൻ 9ലേക്ക് എത്തിക്കുമെന്നതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. നോക്കിയടാ, ഇവിടെ ബൈ 3 എന്നല്ലേ ഡിനോമിനേറ്റർ ഉള്ളത്. ഡിനോമിനേറ്ററിനെ ഈ 3യെ 9 ആക്കണമെങ്കിൽ ഞാൻ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3യെ 9 ആക്കണമെങ്കിൽ ഞാൻ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ടാളെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എനിക്ക് എന്ത് കിട്ടും? 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. 6/9 എന്ന് പറഞ്ഞാൽ 6/9, താഴെ 9 വന്നാൽ മുകളിലെ സംഖ്യ പോയിന്റിന് ശേഷം റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ആൻസർ വിൽ ബി 0.6666 എക്സെട്ര. അപ്പോൾ റൂട്ട് വന്നാൽ ഈ രീതിക്കാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ ചെയ്യാം. ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. √0.1111 എന്ന് വരുന്നു വിചാരിച്ചോ. √0.1111 ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക നോക്കിക്കോ. 0.111 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്? 1/9 ആണ്. അപ്പം ഞാൻ ഉള്ളിലെ വാല്യൂ മാറ്റുന്നു 1/9. ഇനി ഫ്രാക്ഷന് റൂട്ട് വന്നാൽ, ഭിന്നസംഖ്യക്ക് റൂട്ട് വന്നാൽ രണ്ടിൻ്റെയും റൂട്ട് എടുക്കണം. ന്യൂമറേറ്ററിൻ്റെ √1 എന്ന് പറഞ്ഞാൽ എത്രയടാ? 1 തന്നെ. √9 എന്ന് പറഞ്ഞാൽ എത്രയടാ? 3 തന്നെ. വാല്യൂ എനിക്ക് കിട്ടി 1/3. ഈ ഡിനോമിനേറ്ററിനെ ഞാൻ 9ലേക്ക് മാറ്റണം. 1/3 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്റർ 3 × 3 9 ആയി, ന്യൂമറേറ്റർ 1 × 3 3 ആയി. 3/9 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്ര ആയിരിക്കുമടാ? ബൈ 9 അല്ലേ? മുകളിലെ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. 0.3333 എക്സെട്ര. 0.3333 എക്സെട്ര. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റൂട്ട് വന്നാൽ ഈ രീതിക്കാണ് എൻ്റെ മക്കൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സാറേ സ്ക്വയർ വന്നാലോ? ഇവിടെ 0.6666 സ്ക്വയർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുകയാണ് 0.6666 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 6/9 ആയിരിക്കും. അപ്പോൾ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 6/9 ദി ഹോൾ സ്ക്വയർ. അതെന്തിനാ സാറേ ഹോൾ സ്ക്വയർ എടുത്തത്? 0.666 സ്ക്വയർ അല്ലേ ചോദ്യത്തിൽ. അപ്പോൾ 0.666ന് പകരം നമ്മൾ 6/9 എടുത്തു, അതിൻ്റെ സ്ക്വയർ. ഫ്രാക്ഷൻ്റെ സ്ക്വയർ വന്നാൽ, ഭിന്നസംഖ്യൻ്റെ സ്ക്വയർ വന്നാൽ മുകളിലെയും താഴെയും സംഖ്യ എന്ത് ചെയ്യണം? നമ്മൾ സ്ക്വയർ എടുക്കണം. 6ൻ്റെ സ്ക്വയർ 6² ബൈ 9ൻ്റെ സ്ക്വയർ 9 സ്ക്വയർ എന്ന് വരും. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രടാ? 36 ആണ്. ഡിവൈഡഡ് ബൈ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രടാ? 81 ആണ്. അപ്പോൾ എനിക്ക് വാല്യൂ 36/81 വന്നു. 36/81. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും ഡിനോമിനേറ്റർ 9 ആക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം. 81നെ 9 ആക്കണമെങ്കിൽ, 89നെ 9 ആക്കണമെങ്കിൽ നോക്കി നോക്കടാ. 81 എനിക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 81നെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ താഴെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലും ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും 9 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 36/9 എന്ന് പറഞ്ഞാൽ എത്രടാ? ഇറ്റ് ഈസ് 4.
36 4 പ്രാവശ്യം 9 ഉണ്ട്. 81/9 എന്ന് പറഞ്ഞാലോ 9. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി 4/9. 4/9 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും? 0.4444 എക്സെട്ര എന്നുള്ള വാല്യൂ കിട്ടി. അതിനർത്ഥം 0.6666 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? 0.4444 എക്സെട്ര ആയിരിക്കും. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? റൂട്ട് വന്നാലും പതറരുത്, സ്ക്വയർ വന്നാലും പതറരുത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ വീഡിയോ കണ്ട് മാത്രം പോകരുത്. ഈ 2 ചോദ്യങ്ങളും അല്ലെങ്കിൽ 3 ചോദ്യങ്ങളും കൃത്യമായിട്ട് നോട്ടിലേക്ക് എഴുതി പഠിക്കുക.